സ്റ്റിയറിംഗ് കിട്ടിയെന്ന തരത്തിലുള്ള സിഗ്നൽ അദ്ദേഹം പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ആ സ്റ്റിയറിംഗും കണ്ടെത്തിയിരിക്കുന്നു എന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയോ അദ്ദേഹം ആ രീതിയിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ തൊട്ടരികിലായി ഈ മാൽപ്പയെ നമുക്ക് കാണാം. സ്റ്റിയറിംഗും ഉണ്ട് എന്ന തരത്തിലൊരു കൈ കൊണ്ടുള്ള ഒരു ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ അദ്ദേഹത്തിന് വിവരങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ. ഏതായാലും നിർണായകമായ വിവരങ്ങളാണ് ഓരോ നിമിഷവും ഇവിടെ നിന്നും പുറത്തു വരുന്നത്. നമ്മൾ 2 മാസത്തോളമായി കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന്, വലിയ ചോദ്യത്തിന് ഉത്തരം ഒരു പക്ഷേ ഇനി വളരെ വേഗം, വളരെ നിമിഷങ്ങൾക്ക് തന്നെ നമുക്ക് ലഭിച്ചേക്കാം. ഒരു പക്ഷേ മാൽപ്പ ഇനി മുകളിലേക്ക് വന്നേക്കാം, നമ്മളെ മാധ്യമങ്ങളെ കണ്ടേക്കാം. എന്തായാലും നമ്മൾ കാത്തിരിക്കുക. ആ വാർത്ത കേരളത്തിൽ ഒന്നാകെ കാത്തിരുന്ന ആ വാർത്ത, അർജുന്റെ ലോറി എവിടെ എന്ന ചോദ്യം. അപ്പോഴും നമ്മൾ രക്ഷാപ്രവർത്തനമല്ല ഇത്, നമ്മൾ എന്ത് പറ്റി 3 പേർക്ക്, ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ടതാണെന്ന് ഒക്കെ നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ്. ദൌത്യ സംഘങ്ങളും വ്യക്തമാക്കിയതാണ്. ഏതായാലും ആ കാര്യത്തിൽ ഒരു വിവരം വരുന്നത് ഈ സ്റ്റിയറിംഗ് കണ്ടു എന്ന രീതിയിലാണ് നമുക്ക് ഈ മാൽപ്പയുടെ ആ ആംഗ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ എന്തെങ്കിലും ഭാഗങ്ങളാണോ എന്നറിയില്ല. പക്ഷേ സ്റ്റിയറിംഗ് എന്ന രീതിയിൽ അദ്ദേഹം ആംഗ്യം കാണിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അദ്ദേഹം ആ സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലം അവിടെയാണുള്ളത്, കയറ് കെട്ടിയ അതേ സ്ഥലം. അവിടെ അത്തരത്തിൽ അദ്ദേഹം ലോറിയുടെ ആ കാര്യങ്ങൾ വിവരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മുകളിലേക്ക് വരും. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ സ്ഥിരീകരണങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് അർജുന്റെ ലോറിയാണോ എന്നത് അറിയേണ്ടതുണ്ട്. ഇനി അതല്ല മറ്റ് ഏതെങ്കിലും ലോറി നേരത്തെ ഇത്തരത്തിൽ പുഴയിൽ പതിച്ചതാണോ എന്നൊക്കെ അറിയാനുണ്ട്. ഏതായാലും വെള്ള കളറുള്ള ഭാരത് ബെൻസ് ആണ് അർജുൻ ഓടിച്ചിരുന്ന വാഹനം. ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു. ആ തടിക്കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ മാൽപ്പ നിൽക്കുന്ന അതേ സ്ഥലത്ത് നിന്നും ഇന്ന് രാവിലെ ഉൾപ്പെടെ അത് കണ്ടെത്തുകയും അതിൽ നിന്നും പുറത്തേക്ക് ഒരു മരം മാത്രം എടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ 3ാമത്തെ തെരച്ചിലും ഏറ്റവും അവസാനമായി തീരുമാനിച്ച ആ തെരച്ചിലും ഇത്തരത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്റ്റിയറിംഗിന്റെ ഭാഗം കണ്ടെത്തി എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആംഗ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുത്തനെ ആയി ഉണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം ആംഗ്യം കാണിക്കുന്നത്. നിർണായകമായ വിവരം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മുകളിലേക്ക് വരും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ മനസ്സിലാക്കാൻ. തീർച്ചയായും കെ വി ബൈജു ആണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഷിരൂരിൽ ദൌത്യം നിർണായക ഘട്ടത്തിലാണ്. 4ാം ഘട്ട ദൌത്യത്തിൽ ഈ ഏറ്റവും നിർണായക നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഈശ്വർ മാൽപ്പെ വീണ്ടും നദിയുടെ അടിയിലിറങ്ങി പരിശോധനകൾ പൂർത്തിയാക്കി കരയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ എന്താണ് ഇനി വീണ്ടും മുങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നത് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അവിടെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ലോറി അർജുന്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ അത് ഭാരത് ബെൻസിന്റെ ലോറി തന്നെയാണ് എന്നാണ് കാർവാർ MLA മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. വലിയ പ്രതീക്ഷ അർജുൻ